അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആദ്യത്തെ കുറച്ച് നൈറ്റ്സുകൾ നമ്മൾ സർവൈവ് ചെയ്തു. പിന്നീട് ഒരു ചെറിയ മൈനിങ് സെഷനും പോയി ഒരു ഫുൾ സെറ്റ് അയൺ ആമർ ഉണ്ടാക്കി. പിന്നെ ഒരു അയൺ സോഡിനും കൂടെയുള്ള അയൺ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കുറച്ചുണ്ട് എക്സ്ട്രാ. അത് പിന്നെ നമുക്ക് വേറെ എല്ലാത്തിനും എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം യൂസ് ചെയ്തിട്ടില്ല. അയൺ ആമറും അയൺ സോഡ് നമ്മളുണ്ടാക്കി. പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫുഡ് അതൊക്കെ നമ്മൾ ഉണ്ടാക്കി സ്മെൽറ്റ് ചെയ്തു. കുറേ പശുവിനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് വെട്ടി വന്ന്. പിന്നെ നമ്മൾ ഹൗസ് വെക്കാൻ വേണ്ടി ഒരു സ്ഥലം നോക്കി. ആ സ്ഥലം നോക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഒരു വില്ലേജും കിട്ടി. ഇന്നത്തെ എപ്പിസോഡിനകത്ത് മെയിൻ എയിമെന്ന് വെച്ചാൽ ഒരു ഹൗസ് ഉണ്ടാക്കാനാണ്. അപ്പം അതിനു വേണ്ടി നമുക്ക് ഫസ്റ്റ് ഒരു സ്പ്രൂസ് വുഡ് ബയം കണ്ടുപിടിക്കണം. അതിനകത്ത് നിന്ന് കുറച്ച് സ്പ്രൂസ് വുഡ് വേണം. പിന്നെ ഒരു അക്കേഷ്യ ബയം കണ്ടുപിടിക്കണം. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. മറ്റേ സവാന ബയം നമ്മൾ വരുന്ന വഴി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സവാന ബയനത്തിൽ കയറി കുറച്ച് അക്കേഷ്യ വുഡ് നമ്മൾ എടുക്കണം. അതാണ് രണ്ടാമത്തെ ഗോള്. മൂന്നാമത്തെ ഗോളെന്ന് വെച്ചാൽ ഡീപ്പ് സ്ലേറ്റ് വേണം, സ്റ്റോൺ വേണം, കോബിൾ സ്റ്റോൺ വേണം. ഈ ടൈപ്പ് സാധനങ്ങൾ നമുക്ക് പോയി മൈൻ ചെയ്തെടുക്കണം. പിന്നീട് പറ്റുമെങ്കിൽ കുറച്ച് സ്ട്രിങ് ഒക്കെ കളക്ട് ചെയ്യണം. കാരണം നമുക്ക് സ്കാഫോൾഡിങ് വേണം ബിൽഡ് ചെയ്യാൻ. മാത്രമല്ല ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി സ്കാഫോൾഡിങ്ങും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് 4 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഹൗസ് ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ഇതായിരിക്കും ഇന്നത്തെ 5 ഗോൾസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്പ്രൂസ് വുഡ് ബയം കണ്ടുപിടിക്കാൻ പോകാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പോയി കുറച്ച് വൂൾ എടുക്കണ്ട. കാരണം നമുക്ക് പോകുന്ന വഴി ഒത്തിരി ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് രാത്രിയൊക്കെ ആവുകയാണെങ്കിൽ ഉറങ്ങാൻ വേണ്ടി. അപ്പം എക്സാക്ട്ലി 3 കിട്ടി, കുഴപ്പമില്ല. അപ്പം ഒരു വൂളും ഒരു ഷീപ്പിനെയും കൂടെ നമുക്ക് റെഡിയാക്കാം. ഷേവിങ് ഓക്കെ. ചാടണോ? ചാടി നോക്കാം. അടിപൊളി, നടന്നില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമുക്ക് ബോട്ടുണ്ട് ഇപ്പം. പിന്നെ ഞാൻ ബെഡും ഉണ്ടാക്കി. ഇൻ കേസ് രാത്രിയാവുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാതെ. ഓക്കെ, അപ്പോൾ ആ വഴി പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വന്ന വില്ലേജിലെത്തും. അപ്പം നമ്മൾ ഓൾറെഡി അത് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ വഴി നമുക്ക് പോവാം. അവിടെ ഒരു കോളുണ്ട്, കുഴപ്പമില്ല. നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കാം. ഓക്കെ, ഓ നൈസ്. അവിടെ ഒരു വില്ലേജ് ഉണ്ട്, രസമുണ്ട് കാണാൻ. പക്ഷെ ഇപ്പം നമ്മളവിടെ കയറുന്നില്ല. നമ്മൾ ഓൾറെഡി ഒരു വില്ലേജ് കണ്ടു. ഇപ്പം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആ വഴി പോകാം. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തിൽ എൻ്റെ ക്വാളിറ്റിയും വോയിസിൻ്റെ ക്വാളിറ്റിയും ഒന്നും അത്ര പോരായിരുന്നു. അപ്പം ഈ എപ്പിസോഡിൽ ഞാനത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വീഡിയോയുടെ ക്വാളിറ്റി ഞാൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അടിപൊളി സ്ഥലം. ഓക്കെ, അപ്പം വീഡിയോയുടെ ക്വാളിറ്റി നമ്മൾ ചെറുതായിട്ട് ഞാൻ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഷെയ്ഡേഴ്സ് ഇട്ടാണ് കളിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഷെയ്ഡേഴ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, അത് സ്പ്രൂസ് വുഡ് ബയമാണ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്കൊരു 4 സാപ്ലിങ് വേണം, അല്ല 8 വേണം. അപ്പം 8 കിട്ടുന്നിടം വരെ നമുക്ക് വുഡ് കട്ട് ചെയ്തുകൊണ്ടിരിക്കാം. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് 4 ഈ അടുപ്പിച്ച് 4 സ്ക്വയർ ഷേപ്പിൽ വെച്ചാൽ നമുക്ക് ഇച്ചിരി കൂടെ നീളമുള്ള ഒരു സ്പ്രൂസിൻ്റെ ട്രീ കിട്ടും. അപ്പം അത് കുഴപ്പമില്ല. അപ്പം ഒരു 8 ആയിട്ട് ഞാൻ നിങ്ങളെ കാണാം. ഓക്കെ.
ഓക്കെ, അപ്പം ഞാൻ കുറച്ച് നേരം വുഡ് കട്ട് ചെയ്തു. ഇപ്പം ടോട്ടൽ നമുക്ക് അറൗണ്ട് 10 എക്സാക്ട്ലി 10 സാപ്ലിങ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ആ വില്ലേജിൻ്റെ അടുത്തുള്ള നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട സവാന വീനത്തോട്ട് പോവുക. അവിടെ നിന്ന് കുറച്ച് അക്കേഷ്യ വുഡ് എടുക്കുക. ഓക്കെ, അതിനു മുമ്പ് ഞാനിത് ഇച്ചിരി മാറി ഇത് പ്ലാൻ ചെയ്യാൻ എനിക്ക് അടുത്തിത് പ്ലാൻ ചെയ്യുന്ന ഇഷ്ടമല്ല. കാരണം ഇത് തൊട്ടടുത്തുള്ള ഗ്രാസ് അല്ല, ഇത് എന്താ ഒരു പോട്ട്സോൾ എന്ന് പറഞ്ഞ സാധനമാക്കും. എനിക്ക് കൃത്യം പേര് എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിഞ്ഞൂടെ ആ സംഭവമാക്കും. അതാക്കി കഴിഞ്ഞാൽ അത് ഇച്ചിരി കാണാൻ വൃത്തിയിടാം. അപ്പം ഞാൻ മാറ്റി 4 എന്താണ്ട് ഇതുപോലെ വെക്കുവാണ്. അപ്പോൾ ഇത് മതിയായിരിക്കും നമുക്ക് ബിൽഡ് ചെയ്യാം. ഒത്തിരി ഒന്നും വേണ്ട, കൂടിപ്പോയൊരു സ്റ്റാക്ക് ഒരു സ്റ്റാക്ക് സ്പ്രൂസ് വുഡ് മതി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നേരെ സവാന ബയർത്തിലോട്ട്. ഒരു സ്റ്റാക്കും 10 അക്കേഷ്യ വുഡും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്ഥലം. നേരെ കാണുന്നിടത്താണ്ട് ആ ബാമ്പു ഉള്ളിടത്താണ് നമ്മൾ ടെമ്പററി ആയിട്ട് ഇപ്പം താമസിക്കുന്നത്. ഇത് കൊള്ളാമല്ലോ സ്ഥലം, അടിപൊളി, നൈസ്. വെയിറ്റ്, അത് ഇതെന്താ പറയുന്നതിൻ്റെ പേരെന്താ? മൈൻ ഷാഫ്റ്റല്ലേ? അത് മൈൻ ഷാഫ്റ്റും പിന്നെ ഡ്രിപ്പ് സ്റ്റോണും അല്ലേ? നൈസ്. ഓക്കെ, നമുക്കിപ്പം വേണ്ട പണിയാവും. നമുക്കിപ്പം സ്ട്രിങ് എടുക്കാൻ അവിടെ നമുക്ക് പറ്റിയപ്പോൾ സീനില്ല. അപ്പം നമുക്ക് സ്ട്രിങ് എടുക്കാൻ നേരത്ത് വരാം. പക്ഷെ എന്നാലും നമ്മൾ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യുന്നില്ല മെയിൻ ഷാഫ്റ്റ്. നമ്മളത്ര പ്രോയൊന്നും അല്ല. വേണേൽ ചാവനകത്ത് കിടന്ന് ഇപ്പോഴേ ചാവാൻ വയ്യ. അപ്പോൾ ഇതുവരെ നമ്മൾ ചാവത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഡീപ്പ് സ്ലേറ്റ് വേണം. അതിന് വേണ്ടി നമ്മൾ മൈനിങ്ങിന് പോകണം. ഒന്നെങ്കിൽ എൻ്റെ തൊട്ടടുത്തൊരു ചെറിയൊരു കേവ് മാതിരിയുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ട മൈൻ ഷാഫ്റ്റുള്ള സ്ഥലത്തോട്ട് പോകാം. ഒന്നാമത്തെ കേവ് അടിപൊളി, വെള്ളം ഫുള്ള് അല്ലേ. എന്നെ ഇറങ്ങി നോക്കട്ടെ എന്ന് വെച്ചാൽ നൈസ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നല്ല ഈ സ്ഥലം, ഇത് വെള്ളം അടിപൊളി. അപ്പം ഒന്നാമത്തെ കേവ് പൊളിഞ്ഞു. അപ്പം ഇനി അടുത്ത മറ്റേ തന്നെ പോകണം. ആദ്യം ഇത് പോകാൻ ഞാൻ ചെയ്യുന്ന റിസ്ക് ആയതുകൊണ്ടാണ്. പിന്നെ അത് തന്നെ പോകണം. രണ്ടാമത്തെ കേവ്, അപ്പം ഇച്ചിരി വെള്ളം എടുത്തോണ്ടാണ് ഞാൻ മേലോട്ട് പോകുന്നത്. കാരണം ഇച്ചിരി താഴോട്ട് ഇറക്കം കൂടുതലാണ്. മൈൻഡ് ചെയ്ത് പോകാൻ താഴോട്ട്, പക്ഷേ അതിനേക്കാൾ നല്ല വെള്ളം ഇട്ട് ഈസി ആയിട്ട് നമുക്ക് താഴോട്ടും മേലോട്ടും പോകാം. ഓക്കെ, ഇവിടെ വെച്ചാൽ അങ്ങ് ഇറങ്ങാൻ പറ്റത്. അപ്പം നമുക്ക് ഇവിടെ വെക്കാം. അപ്പം ഡയറക്റ്റ് താഴോട്ട് ഇറങ്ങാം. ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. സീനല്ല. ഓക്കെ, നീ ചാടാൻ പോവാണ്. 3, 2, 1. അല്ല, താഴെ വരെ വെള്ളം എത്തിയിട്ടില്ല. ഇപ്പം പോയാന്. ഓക്കെ, ഇവിടെ എല്ലാം ഇന്നൊന്ന് ലൈറ്റ് ചെയ്ത് താഴോട്ട് പോവാം. കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്തോ വരും, രാത്രിയാവും. ഇപ്പോൾ അവിടെ എല്ലാം മോബ്സ് സ്പോൺ ചെയ്താൽ പിന്നെയും പണിയായിരിക്കും. ഓക്കെ, അവിടെ കുറച്ച് അയൺ ഉണ്ട്, എങ്കിൽ നമുക്ക് ആ അയൺ എടുത്തുകൊണ്ട് താഴോട്ട് പോവാം. നല്ല വലിയ ഗെയിമാണ്, നല്ല റിസ്ക്കുമാണത്.
ഓക്കെ, അയൺ കിട്ടി. ഇനി നേരെ താഴോട്ട്. അടിപൊളി. അവിടെ ഒരു ക്രീപ്പർ, പിന്നെ അവിടെ അതിൻ്റെ അപ്പുറത്ത് എന്തോ ഉണ്ട്, കാണാൻ വയ്യ. പെട്ടെന്ന് ലൈറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ എവിടുന്നാ അടി വരുന്നതെന്നൊരു പിടിയും കിട്ടത്തില്ല. ഓക്കെ, ഇപ്പം നമുക്ക് നേരെ താഴോട്ട് ചാടിയാൽ കുറച്ചുകൂടെ റിസ്ക്കാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഇല്ല. ഓക്കെ, ഇതാ ഇവിടെ ഒരു അയൺ. നൈസ്, ഒന്നേ ഉള്ളു. അടിപൊളി. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഡയറക്റ്റ് നേരെ കുഴിച്ച് ഒരു ഡീപ് സ്ലൈറ്റുള്ള ലെവലിലോട്ട് പോകാനാണ്. ഇവിടെ പറ്റത്തില്ല, ചെയ്യണം. നേരെ പോവാം. ഓക്കെ, അടിപൊളി. എൻഡർമാൻ ഇപ്പം നോക്കിയേനെ. ഓക്കെ, ഇപ്പം നമുക്കിവിടെ വരാൻ താല്പര്യമില്ല, റിസ്ക് എടുക്കുന്നില്ല. വെറുതെ നമുക്ക് ഡീപ്പ് സ്റ്റേറ്റ് മാത്രം മതി. ഇപ്പോൾ വീഡിയോ ഒന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് വീടുണ്ടാക്കാം. ഒരു ടോർച്ച് അവിടെ, പിന്നെയും കുഴി. പിന്നെയും കുഴി. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങനെ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന പിന്നെയും കുഴി വന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പം പോയൊരു വാട്ടർ ബക്കറ്റ് എടുത്ത് സെയിം പ്രോസസ്സ് തന്നെ പിന്നെ ഒന്നുകൂടെ നമുക്ക് ചെയ്യാം, ഇതേമാതിരി. ഓക്കെ, ഇനിയാണ് പാട്. കാരണം ഒന്നാമത് ഈ ഷെയ്ഡേഴ്സിനകത്ത് വാട്ടറിനകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും കാണാനും പറ്റത്തില്ല. ഉണ്ടോ? ഒന്നും കാണാൻ വയ്യ, ഒരു വെട്ടമില്ല, ഒന്നുമില്ല. എന്താണിത്? സ്പൈഡർ. അടിപൊളി. നമ്മൾ ഇത്രയും നേരം കളിച്ചിട്ട് ഇതുവരെയായിട്ടും ഒരു മോബിനെ പോലും കൊന്നിട്ടില്ല. ലൈക്ക് ഈ ക്രീപ്പറോ അങ്ങനത്തെ ഉള്ള ടൈപ്പ് മോബ്സിനൊന്നും. ഓക്കെ, അടിപൊളി അടിപൊളി. ഇപ്പം കിട്ടിയനെ അണ്ണം വന്ന്. അടിപൊളി. ഞാൻ തന്നെ എന്നെ ബ്ലോക്ക് ചെയ്തു ഇവിടെ. എന്താണ് ഞാൻ കാണിക്കുന്നത്? ഒരു പിടിയില്ല. എനിക്ക് നേരെ അങ്ങോട്ട് പോയാൽ മതി, പക്ഷെ തിരിച്ച് കയറുമ്പോൾ പണിയാവും. അപ്പം നമുക്ക് എന്തെങ്കിലും അത് റെഡിയാക്കണം, അത് അല്ലെങ്കിൽ സിനാവ്. 3, 2, 1 അല്ലേ? ഫുഡ് അടിക്കട്ടെ. 3, 2, 1. വന്നോളെ. 3, 2, 1. എന്താ പോയോ? സ്കെൽട്ടൻ പോയോ? ഇല്ല. ബ്ലോക്ക്. ക്രീപ്പർ. ഈ പൊട്ടില്ല. എന്താണ് ബ്രോ കാണിക്കണേ? ബ്ലോക്ക്. നമുക്ക് തിരിച്ച് മേലോട്ട് കയറുമ്പോൾ സേഫായാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല ഇപ്പം നമുക്ക്. ഓക്കെ, ഇപ്പം കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. നമുക്ക് സേഫായിട്ട് നേരെ മേലോട്ട് കയറാം. അതല്ല, ഞാൻ ചിരിയും കൂടെ ഒന്ന് കവർ ചെയ്യട്ടെ. ഈ ഷെയ്ഡേഴ്സിനകത്ത് വെള്ളത്തിനുള്ളിൽ കൂടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. മറ്റേ ടെക്സ്ചർ ഈ ഷെയ്ഡേഴ്സ് ഇല്ലാത്ത മാതിരി അല്ല. പണ്ട് എല്ലാം ഒരുമാതിരി ഇങ്ങനെ ബ്ലർഡായിട്ടാണ് കാണുന്നത്. സീനല്ല. നമുക്കിനി നേരെ ഡീപ്പ് സ്ലൈറ്റ് എടുക്കാൻ പോകാം. തിരിച്ച് കയറാനും പറ്റും, സേഫാണ്. ഓക്കെ, ഫസ്റ്റ് ഡീപ്പ് സ്ലൈറ്റ് എന്താ? കോബിൾ. അതന്നെ. ഓക്കെ,
ഇപ്പം ഞാൻ കുറച്ചുകൂടെ താഴത്തെ ലെവലിലോട്ട് പോയിട്ട് ഈ കോബിൾ സ്റ്റോൺ ഡീപ്പ് സ്ലേറ്റ് കുറച്ചുകൂടെ എടുക്കാം, എന്നിട്ട് നമുക്ക് മേളിൽ വെച്ച് കാണാൻ. അവസാനം ഡീപ്പ് സ്ലേറ്റും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നേരെ തിരിച്ച് ബെഡിലോട്ട് പോകണം. ഇനി ബെഡിലോട്ട് പോകുന്ന ഒരു ചെറിയൊരു ടാസ്ക് ആയിരിക്കും, കാരണം നമ്മുടെ ബെഡ് ഓപ്പൺ ആയിട്ടാണ് കാണുന്നത്, ലൈറ്റ് ഒന്നുമില്ല, ഫുള്ള് മോബ്സ് ആയിരിക്കും. അടിപൊളി, വേണ്ട ബാ ബാ ഐ അടിപൊളി ഐ നൈസ്. ഇനി നമ്മൾ നേരെ പ്രശ്നമൊന്നുമില്ലാതെ, ഇവിടെ മോബ്സ് ഇല്ല, ഇപ്പം കുഴപ്പമില്ല, നേരെ പോവുക, സ്ലീപ്പ് ചെയ്യുക. ഇനി ക്രീപ്പറൊന്നും വന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് എണീക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, രാവിലെയായി. ഗുഡ് മോർണിംഗ്. എല്ലാണ്ട് നിന്ന് കത്തുവാണ്. അപ്പോൾ ഇനി നമുക്കൊന്നുമില്ല, നമുക്ക് ഗ്യാദർ ചെയ്യേണ്ട എല്ലാ മെറ്റീരിയൽസും നമുക്ക് കിട്ടി. ഇനിയും സ്പ്രൂസ് വുഡ് പിന്നെ ഓക്ക് ലീവ്സ് വേണം. ഇപ്പോൾ നമ്മൾ അത് രണ്ടും കൂടെ എടുത്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഹൗസ് ബിൽഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ഇനി ഹൗസ് ബിൽഡ് ചെയ്യുന്ന എൻജോയ് ചെയ്തോ. നമ്മൾ നമ്മുടെ ഹൗസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഈ ബാംബുവിൻ്റെ സ്ഥലം മാറ്റണം. ബാംബു മാറ്റി ആ ഒരു മൂലയ്ക്കോട്ട് വെക്കണം. ഇപ്പം കാണാൻ കുറച്ചുകൂടെ രസമായിരിക്കും. അപ്പം ഹൗസിൻ്റെ കൂടെ ഞാനൊരു പാത്തൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വാളൂടെ അതിൻ്റെ സൈഡിലായിട്ട്. ഓക്കെ, അപ്പം നമുക്കിനി ഈ സാധനവും കൂടെ കുറച്ച് അങ്ങോട്ട് മാറ്റാനുണ്ട്. ഇതാണ് നമ്മുടെ ഹൗസ്, ഫുള്ള് കംപ്ലീറ്റായി. അതിൻ്റെ സൈഡിലെ ഒരു ലീവ് നമ്മളിപ്പം ലീവ്സ് നമുക്കിപ്പം ബ്രേക്ക് ചെയ്യണം. അത് കാണാൻ ഇത്ര പോരാ ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസ്. ചുറ്റും ഞാൻ എന്താണ്ട് പാത്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയൊരു ഫാമും അത് യൂസ് ചെയ്യാനുള്ളതല്ല, ജസ്റ്റ് കാണാൻ വേണ്ടി, ലുക്കിന് വേണ്ടി മാത്രം.
പിന്നെ അവിടെ ഒരു ചെറിയൊരു വർക്കിംഗ് സ്റ്റേഷൻ മാതിരി എക്സ്ട്രാ വന്ന കുറച്ച് ഐറ്റംസ് ഞാൻ ഇത് പാത്ത് ഓക്കിൻ്റെ സ്ലാബും പിന്നെ ഈ പാത്ത് ബ്ലോക്കും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, ഇപ്പോൾ റെഡി ആവുക. ഓക്കെ, ഇപ്പം കുഴപ്പമില്ല കാണാൻ. ഈ സൈഡിലും കൊണ്ട് രണ്ടെണ്ണം ഒക്കെ റെഡിയായി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാത്ത്. പിന്നെ ഇത് മറ്റേ കോഴ്സ് ഡേട്ടാ ആ സാധനം, അതും പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കാം. ഇതൊന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ആ കോഴ്സ് ഡേട്ടിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ചില സ്ഥലത്ത് ഈ ഫെൻസ് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാതെ ഇപ്പം ഇതാണ്ട് ഇതേമാതിരി ഫെൻസ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് റാൻഡമായിട്ട് ജസ്റ്റ് എവിടെയൊക്കെ ആയിട്ട്. ഇതാണ് നമ്മുടെ വീട്. എനിക്ക് ദണ്ട് ഈ സെക്ഷനിൽ കുറച്ച് ബാമ്പു വെക്കണം. അപ്പോൾ ഇത് വളർന്നു കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് തമ്പനെയിലാക്കണം. അപ്പോൾ കാണാൻ കുറച്ച് നല്ലതായിരിക്കും. ഈ ജസ്റ്റ് ഗ്രാസ് മാത്രമാകുമ്പോൾ ഇത്ര ഒരു സുഖമില്ല കാണാൻ. ഇനിയും ഇൻറ്റീരിയർ. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ. കുറച്ച് കാർപ്പറ്റൊക്കെ താഴെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഏതാണ്ട് സിമ്പിളായിട്ടൊരു ടേബിള്, ഫർണസ്, പിന്നെ കുറേ ചെസ്റ്റ് മേളിലേക്ക് ട്രാപ്പ് ഡോറൊക്കെ വെച്ച് സെറ്റാക്കി. ഓക്കെ, ഞാനിത് ഏകദേശം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്ന് നെയിം ചെയ്യാം. ഈ ചെസ്റ്റ് ഫുഡ് ഐറ്റംസിന്, അതിൻ്റെ തൊട്ട് മേളത്തേത് സ്റ്റോൺ ഐറ്റംസ്, പിന്നെ ഇത് നമുക്ക് ഓർസ് ഒക്കെ വെക്കാനുള്ള വാല്യുബിൾസ്. ഇത് ഞാൻ ലെഫ്റ്റിലോട്ട് മാറ്റാം, അപ്പോൾ അത് അറ്റാച്ച് ആയിട്ടിരിക്കത്തില്ല. ഫുഡ് ഐറ്റംസ്, സ്റ്റോൺ ഐറ്റംസ്, ഇത് ലൈക്ക് ഫാം ഐറ്റംസ് അങ്ങനെയൊക്കെ കഴിക്കാൻ. അത് വേണ്ട. ഫുഡ് സ്ലാഷ് പച്ച. ഓക്കെ, പച്ച എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പച്ച കളറിലെ സാധനങ്ങളെല്ലാം. പിന്നെ ഇത് ഡേർട്ട് ഐറ്റംസ് ആൻഡ് സ്ലാഷ് ഡേർട്ട് ടൈപ്പ്. ഓക്കെ, പിന്നെ നമുക്ക് ആ ബാരൽ മോപ്പ് ഡ്രോപ്സിന് ഉപയോഗിക്കാം. ഈ മോപ്പ് ഡ്രോപ്സ്, അതായത് ലൈക്ക് മറ്റേ സോംബിയൊക്കെ ഡ്രോപ്പ് ചെയ്യത്തില്ല കുറേ സാധനങ്ങൾ, അതൊക്കെ ചുമ്മാ നമ്മുടെ ഇൻവെൻട്രിക്കകത്ത് ഫുള്ളായിട്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് അതിനകത്തോട്ട് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ. സീനൊന്നുമില്ല. നമ്മളിനി ഇൻവെൻട്രി ഒന്ന് ഓർഗനൈസ് ചെയ്യാം. ഓക്കെ, വുഡ് അതിനകത്ത് ഇനി എന്താ, ഓക്കെ നമുക്കിനി ഈ സൈൻ കൂടെ വെക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇൻവെൻട്രിയിൽ ഓർഗനൈസായി, വീടൊക്കെ പണിത് ഒരു സീനുമില്ല. ഇനി അത് ഗ്രോ ആയി കഴിഞ്ഞ് ഞാനൊരു സ്ക്രീൻഷോട്ട് എടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇന്നത്തെ ഒബ്ജക്റ്റീവ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കുറേ ഉണ്ടായിരുന്നു, വീടൊക്കെ ഉണ്ടാക്കണം, അത് ഇത്. അപ്പം അതെല്ലാം സെറ്റാക്കി. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരു ഫാം ഉണ്ടാക്കും. കുറച്ച് ഫാം, പറ്റുമെങ്കിൽ അയൺ ഫാം, പിന്നെ ബേസിക്കായിട്ടുള്ള കുറച്ച് ഫാംസ് ലൈക്ക് ഫുഡ്, പിന്നെ ആനിമൽ, അത് നമുക്കിപ്പോൾ ഇല്ല. അപ്പം അതുണ്ടാക്കാനാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരെയും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.